ഹായ് ഓൾ. സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുന്നേ പല വീഡിയോസിൽ പല ഭാഗമായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെല്ലാം കോർത്തെനിക്ക് പറയുന്ന ഒരു കുഞ്ഞു ഷോർട്ട് അല്ലെങ്കിൽ കൺസൈസ് ആയിട്ടൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പിന്നെ കുറച്ച് നുണുക്ക് വിദ്യകൾ ചേർത്ത് എങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നുള്ളൊരു ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം അതായത് ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് UPSCക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് നോർമലായിട്ട് ഇംഗ്ലീഷ് വായിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഏതൊരു പുതിയ കാര്യം പഠിച്ചെടുക്കുമ്പോഴും അല്ലെങ്കിൽ പുതിയ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തോൽക്കാനും തെറ്റ് വരുത്താനും നമ്മൾ തയ്യാറാവണം. എന്നാൽ മാത്രമേ നമുക്കതിലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഗ്രോത്ത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സസിനോ അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സിനൊന്നും പോയില്ല. പക്ഷേ സ്കൂൾ ടൈമിൽ എനിക്ക് ഇംഗ്ലീഷ് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഗ്രാമർ പഠിക്കാൻ പോകുമായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും ഗ്രാമറിനായിരുന്നു മാർക്ക് കുറയുന്നത്. ഓക്കെ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ഐ ക്യാൻ മാനേജ് ഇറ്റ്. അതായത് ഒരു ഗ്രാമർ പഠിക്കാതെ പോവാതെ തന്നെ ഇംഗ്ലീഷിലൊരു നമ്മുടെ PSC കേരള ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു 17-18 റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കൂൾ ടൈമിൽ എഡ്യൂക്കേഷൻ കൊണ്ടാണ്. സ്കൂൾ ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ സ്കൂൾ ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്നത് നമ്മൾ നോർമലി ഞാനൊരു ഗേൾ ചൈൽഡ് ആയതുകൊണ്ടും വീട്ടുകാർക്ക് എന്നെ നല്ല അച്ചടക്കത്തിൽ വളർത്തണം താല്പര്യമുള്ളത് കൊണ്ടും അവരെന്നെ കോൺവെന്റ് സ്കൂളിലാണ് ചേർത്തത്. അപ്പോൾ അവിടെ വി വെർ ഫോഴ്സ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മളങ്ങനെ സംസാരിക്കില്ല. വി ആർ ആക്ച്വലി ഇൻ മംഗ്ലീഷ്, ആ ഒരു ടൈപ്പിലാണ് സംസാരിക്കുന്നത്. ബട്ട് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഇംഗ്ലീഷ് ലീഡേഴ്സ് എന്നൊക്കെ പറയണം. നമ്മൾ ഇംഗ്ലീഷ് മലയാളം കാണാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഫൈൻ അടിക്കുക. 5 രൂപ വീതമാണ് ഫൈൻ. എല്ലാ ക്ലാസ്സിലും ഒരു ചാരിറ്റി ബോക്സ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ആക്ച്വലി ആ ഒരു ഏജിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വീണ്ടും മലയാളമല്ലേ. അപ്പം ആക്ച്വലി അതൊരു കൈൻഡ് ഓഫ് എഡ്ജാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ എല്ലാം മലയാളം മീഡിയമാണ് പഠിച്ചത്. മലയാളം വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ സീരീസ് കാണാം. ഓക്കെ, ഒരുപാട് സീരീസ് ഉണ്ട്. ഫ്രണ്ട് സീരീസ്. ഇപ്പോൾ സീരീസ് കാണാൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? യു ക്യാൻ വാച്ച് മൂവീസ്. ഇംഗ്ലീഷ് മൂവീസ് കാണാം, ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണാം. പക്ഷേ ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഡൗൺലോഡ് വിത്ത് സബ് ടൈറ്റിൽസ്. അതായത് നമ്മുടെ ഒരു മൂവി കാണിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ അതിൻ്റെ കറക്റ്റ് തർജ്ജമയിൽ ഇംഗ്ലീഷിൽ അവർ കാണിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യു ഹാവ് ടു ഫോളോ ദി സബ് ടൈറ്റിൽ മാത്രം വായിച്ച് കണ്ട് പോവാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ സ്ലോ മോഷനിൽ ആ മൂവി കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയമാണ്. നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കണം എന്നൊരു ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏജിൽ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം നിങ്ങൾക്ക് ഏതൊരു ഏജിലും ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ യു ഹാവ് ടു യൂസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? അത് കാണണം. ഈ മൂവീസിൽ കാണുന്ന ഡയലോഗ്സ് അതുപോലെ കാണുക അവർ യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പം സീരിയസ്ലി ഓ മാൻ. അപ്പം അവർ ഓരോന്നിനും ഓരോ ട്യൂണിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കേൾക്കുന്ന സാധനം യു ഹാവ് ടു യൂസ് ഇറ്റ് ഓഫൺ. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറേ സെൻറ്റൻസ് അല്ലെങ്കിൽ കുറേ സ്ലാങ്ങുകൾ, ലാംഗ്വേജസ്, ട്യൂൺസ്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫ് ഇൻട്രാക്ഷൻ നിങ്ങൾ കൊണ്ടുവരണം. അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. യു ഹാവ് ടു യൂസ് ഇറ്റ് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. ഓക്കെ, ആ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് മാറി തന്നെ വരാം. നിങ്ങൾക്ക് പയ്യെ അറിയാൻ പറ്റുള്ളൂ, ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സീരീസ് ആണ് അല്ലെങ്കിൽ സിനിമ ആണെങ്കിൽ സിനിമ കാണാം വിത്ത് സബ് ടൈറ്റിൽസ്. ദെൻ ഇംഗ്ലീഷ് സിനിമ കാണാൻ വയ്യ, ഇതും കാണാൻ വയ്യ. അതായത് നമ്മുടെ എന്താ പറയുക, ഇംഗ്ലീഷ് സിനിമയും പറ്റത്തില്ല കാണാൻ, അതുപോലെ തന്നെ സീരീസും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷ് ന്യൂസ് കാണാം. ഇംഗ്ലീഷ് ന്യൂസ് ഞാൻ ഏറ്റവും ലാസ്റ്റേ പറയുള്ളൂ. കാരണം ഇപ്പം NDTVയിലെ പോലെ പ്രൊനൗൺസിയേഷൻ ആയിരിക്കില്ല നമ്മുടെ ന്യൂസ് 18 പോലത്തെ റിപ്പബ്ലിക് TVയിൽ. ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മാക്സിമം കാണുകയാണെങ്കിൽ BBC വേൾഡ് ന്യൂസ് നല്ലതാണ്, അടിപൊളിയാണ്, കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഓക്കെ, അത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, സബ് ടൈറ്റിൽസ് ഒക്കെ ഉണ്ടാവും. യൂട്യൂബ് ചാനൽസ് തന്നെ ഇഷ്ടംപോലെ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതും പറ്റില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദി ഹിന്ദുവിൻ്റെ അവർ തന്നെ വീഡിയോസ് ഇറക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് അവർ പറയുന്ന പ്രൊനൗൺസിയേഷനും അതിൻ്റെ സബ് ടൈറ്റിൽസും കേട്ട് കാര്യവും പഠിക്കാം, ഇംഗ്ലീഷും ഡെവലപ്പ് ചെയ്യും, ഒരു ഫ്ലോയും കിട്ടും. അത് വായിച്ച് ആ ഒരു വീഡിയോ കണ്ട് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും കറണ്ട് അഫയേഴ്സിൽ. ഈവൻ ഇസ്രായേൽ പാലസ്റ്റീൻ ഇഷ്യൂസിൻ്റെ 2 സൈഡ് അല്ലാതെ കറക്റ്റ് എന്താണ് അവിടെ നടക്കുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞൊരു
ഒരൊറ്റ യൂട്യൂബ് ചാനലേ ഉണ്ടായിരുള്ളൂ, ദ ഹിന്ദു. അപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇൻഫർമേഷൻ തരുന്നൊരു ന്യൂസ് പേപ്പറാണ് ദി ഹിന്ദു. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ദി ഹിന്ദുവിൻ്റെ വീഡിയോസ് കാണാം. യു ക്യാൻ സീ ഇറ്റ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. യു ക്യാൻ വാച്ച് ഇറ്റ്. ഒരുപാട് കാര്യങ്ങളെ പറ്റി അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും പറ്റുന്നില്ല, അതും പറ്റാത്ത സാധനമാണെങ്കിൽ രാജ്യസഭ ടിവിയുടെ ഇൻ ഡെപ്ത് ടോക്സ് ഇതൊക്കെ ഉണ്ട്. നല്ലതാണ്. നിങ്ങൾക്കത് കേട്ട് വരുമ്പോൾ ഒരു കറണ്ട് അഫയേഴ്സിനെ പറ്റി ഒരു നല്ലൊരു ജ്ഞാനം കിട്ടും. അപ്പോൾ അത് കാണാം. ഓക്കെ, ഹിന്ദി കുറച്ച് അറിയുന്നതാണെങ്കിൽ ലോകസഭയും രാജ്യസഭയും മാറി മാറി കാണാം. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വളരെയധികം രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിന് ഒരു എലക്വൻസി വരും. നമ്മൾ പറയുമ്പം ഈ കുട്ടിക്ക് എന്തോ അറിയാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവർ വിചാരിക്കും ഓ മൈ ഗോഡ് വി ഹാവ് ടു സ്റ്റെപ്പ് ബാക്ക്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും മലയാളമാണ് വലുത്, മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, മലയാളം അറിഞ്ഞിരിക്കും. യെസ്, ദാറ്റ്സ് വെരി ട്രൂ. ബട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് ഇസ് എൻ എഡ്ജ്, വളരെ വലിയൊരു എഡ്ജാണ്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ലോയേഴ്സ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ് നോർമൽ. നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മൾ ഫയൽ സൂട്ട് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്ന് പറയും. ദാറ്റ് ഇസ് നാച്ചുറൽ. ഓക്കെ, അപ്പം അത് വരുന്നത് നമുക്ക് ലോയേഴ്സിന് ഇംഗ്ലീഷ് ഇല്ലാതെ പറ്റില്ല. ബിക്കോസ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഘട്ടം വരുമ്പോൾ സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് നോളേജ് അല്ലേ. അപ്പോൾ നമ്മൾ ലോയേഴ്സ് ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ലോയേഴ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ സീ ദ സ്പീച്ചസ് ഓഫ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ സ്പീച്ചസ് ഉണ്ട്. വളരെ അടിപൊളിയായിട്ടാണ് പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മുടെ മിനിസ്റ്റേഴ്സ് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഇംഗ്ലീഷ് നിങ്ങൾ കേൾക്കണം. അതുപോലെ നമ്മുടെ ഡയാന രാജകുമാരിയുടെ ഇൻ്റർവ്യൂ. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കേൾക്കാം. ഇതൊന്നും ഇഷ്ടമില്ല, വളരെ ഒരു ഹാരി പോട്ടർ അഡിക്റ്റ് ആണെങ്കിൽ യു ക്യാൻ സീ Emma Watson's accent, Emma Watson's style, Emma Watson's tone, it's all amazing and class. ഓക്കെ, ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടൊരു ലേഡിയാണ് അല്ലേ. സോ ആ കുട്ടിയുടെ കുട്ടിയല്ല, ഷീ ഈസ് ലൈക്ക് 29. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ വീഡിയോസും ആ പുള്ളിക്കാരുടെ സ്പീച്ചസൊക്കെ കേൾക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അത് കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിട്ടും. മീൻസ് ഇത് നമുക്ക് എന്താണ് സംഭവം എന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. പ്ലസ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. നിങ്ങൾ എന്ത് കാണുന്നോ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മൾ ഒരു സിനിമയിൽ, സിനിമ നമ്മുടെ നസ്രിയയും ഫഹദ് ഫാസിലും കൂടെ ഉള്ള ഒരു സിനിമയിൽ ഫഹദ് ഫാസിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയല്ലേ പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ പുള്ളിക്കാരൻ വലിയൊരു പാസ്റ്റർ ആക്റ്റീവ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്ററായിട്ട് വരുന്നത്. അപ്പം ആ ഒരു മൂവിയിൽ പുള്ളി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യണം. ലൈക്ക് ഇംഗ്ലീഷ് ആൾക്കാരുടെ ആക്സെൻറ്റ്, അവരുടെ സ്റ്റൈൽ, അവരുടെ ടോൺ, ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഇംഗ്ലീഷിന് അവർ മാറ്റി നിർത്തുന്നത്. ഇനി ഗ്രാമർ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു UPSC എക്സാമിനേഷൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗ്രാമർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സ്പീക്കിംഗ് ഗ്രാമർ ഓട്ടോമാറ്റിക്കലി അത് വിൽ കം ഓവർ ടൈം. ബിക്കോസ് അത് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് വരുന്നതനുസരിച്ച് നമുക്കൊരു ഫ്ലോഡ് കൂടി വരും. ഓക്കെ, പക്ഷേ ഗ്രാമർ ഒട്ടും അറിഞ്ഞൂടാ, ടെൻസ് അറിയില്ല, അതൊക്കെ ആണെങ്കിൽ യു ക്യാൻ യൂസ് എ ബുക്ക് ആൻഡ് യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. ഇംഗ്ലീഷിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രോ ആൻഡ് കോൺ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും രണ്ടും ഒന്നാണ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഇല്ലാണ്ട് ഇപ്പം ഞാനൊക്കെ ലോ കോളേജിൽ പഠിച്ച സമയത്ത് ഇംഗ്ലീഷ് നമ്മൾ സെമിനാർ എടുക്കാൻ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, എല്ലാ സമയം ഫുൾ കച്ചറ മലയാളം. എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല, അത്ര കച്ചറ മലയാളം. ട്രിവാൻഡ്രം സ്ലാങ്ങാണ്. അപ്പം ട്രിവാൻഡ്രമാണ്. സോ ആ സ്ലാങ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി വരും എന്തൊരു എന്നൊക്കെ ചോദിക്കും. നമ്മളിങ്ങനെ എന്തൊരു എന്ന് ചോദിക്കും. ബട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഭയങ്കര സ്പീഡായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെയാണ്. അതുപോലെ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര സംഭവമാണോ, അല്ലെങ്കിൽ ഗ്രാമർ ഐ ആം വെരി സീറോ. ഞാൻ ഇംഗ്ലീഷിൽ ലെവൽ 0 ആണ്. ഓക്കെ, ബട്ട് ഐ ആം ആക്ച്വലി ട്രെയിനിങ്, ഐ ആം ആക്ച്വലി ട്രൈയിങ്, ഐ ആം ആക്ച്വലി റീഡിങ്, ഐ ആം ആക്ച്വലി സീയിങ് സീരീസ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഇറ്റ് വിൽ ഇമ്പ്രൂവ് ഓവർ ടൈം. ഇറ്റ്സ് എ പ്രോസസ്. ഞാൻ 8ാം ക്ലാസ് മുതലാണ് ഇംഗ്ലീഷ് ബുക്സ് വായിക്കാൻ തുടങ്ങിയത്. അതും ഒന്നും മനസ്സിലായിട്ടൊന്നും അല്ല വായിക്കുന്നത്. ഇങ്ങനെ വായിച്ച് വരുമ്പോൾ യു വിൽ ഗെറ്റ് സംതിങ്. എനറ്റ് ബ്ലൈറ്റൻ്റെ ബുക്സ്, നമ്മുടെ ഫേമസ് 5, ഹാർഡി ബോയ്സ് വായിച്ചില്ല, മിസ്റ്ററീസ്, ഇങ്ങനത്തെ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ബട്ട് എന്നാലും മലയാളം ബുക്ക് വായിക്കുമ്പോഴേ സംഭവം മനസ്സിലാവുള്ളൂ ആ സമയത്തൊക്കെ. ഇപ്പോൾ മലയാളം ബുക്കിനേക്കാളും എനിക്ക് ഇംഗ്ലീഷ് ബുക്ക് മനസ്സിലാവും. ഇറ്റ്സ് എ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു UPSC പ്രിപ്പറേഷന് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു UPSC കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ജനങ്ങളുമായി സെർവ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ്, ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഇംഗ്ലീഷ്. അതിന് ഗ്രാമർ ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ
ഭയങ്കരമായിട്ട് നോളജ് വേണമെന്നില്ല. മാത്രമല്ല നമ്മൾ UPSC മെയിൻസ് പേപ്പേഴ്സ് എഴുതുമ്പോൾ അവർ സെർച്ച് ചെയ്യുന്നത് നമ്മുടെ ലിറ്ററൽ കൾച്ചറല്ല, നമ്മൾ എത്ര എലക്വൻ്റ് ആയിട്ട് എഴുതുന്നല്ല, നമ്മൾ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് എഴുതണം എന്നൊന്നുമില്ല. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എത്ര അലമ്പായാലും, നമ്മുടെ ഗ്രാമർ എത്ര ബോറായാലും, അവിടെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ടന്റ് നമ്മൾ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു. ഡയഗ്രാംസ്, മാപ്സ്, ഫ്ലോ ചാർട്ട്സ്, ഇതൊക്കെയാണ് അവരെ മാർക്ക് വരുന്നത്. അല്ലാണ്ട് എത്ര ആർട്ടിസ്റ്റിക്കലായിട്ട് നിങ്ങൾ എഴുതിയെന്നോ, നിങ്ങൾ എത്ര പുതിയ വൊക്കാബുലറി യൂസ് ചെയ്തെന്നോ അല്ല. വൊക്കാബുലറിയുടെ ആവശ്യം വരുന്നത് SSC PSC എക്സാമിനേഷന് മാത്രമാണ്. UPSCക്ക് യു ഡോണ്ട് നീഡ് വൊക്കാബുലറി അറ്റ് ഓൾ. നിങ്ങൾക്ക് വരും, അത് വൊക്കാബുലറി നിങ്ങൾ തന്നെ യൂസ് ചെയ്യും. വെൻ യു റീഡ് ഹിന്ദു നിങ്ങളൊരു 2 വർഷത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ഹോൾഡ് ഓഫ് ന്യൂ വൊക്കാബുലറീസ് എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. നമ്മുടെ ഫ്രണ്ട് സീരീസിൽ നമ്മുടെ ജോയി നമ്മുടെ മോണിക്കയ്ക്കും ചാൻഡലറിനുമായിട്ടൊരു വെഡിങ് സ്പീച്ച് പറയുന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളി ഓരോ വേർഡിനും ഡിക്ഷണറിയിൽ നിന്ന് സിനോണിം എടുത്ത് എഴുതും. തെസോസറസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സിനോണിം എടുത്ത് എഴുതും. ഓക്കെ, അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ സംസാരിക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. സ്റ്റാൻഡേർഡായിട്ട് ഒരാൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ UPSCക്ക് ആ പരീക്ഷയ്ക്ക് മാത്രമേ ഇംഗ്ലീഷ് ആവശ്യമുള്ളൂ. കാരണം നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് നമ്മൾ പോസ്റ്റിംഗ്, അല്ലെങ്കിൽ കർണാടകയിലാണ് പോസ്റ്റിംഗിൽ അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ പഠിച്ച് അവിടെ ഒരു പരീക്ഷ പാസ്സാവണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ പാസ്സായാൽ മാത്രമേ ഇവിടെ സെർവ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റേറ്റിൽ പോകാൻ പറയും. ഇപ്പോൾ കർണാടക ആണെങ്കിൽ കന്നഡ പഠിക്കണം, ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ തെലുഗു പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ച് ആ പരീക്ഷ പാസ്സായി ആ ലോക്കൽ ആൾക്കാരുടെ സംസാരം, അതാണ് നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹിന്ദിക്കാർക്കൊക്കെ ഇവിടെ വന്ന് മലയാളം പറയുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നതിൻ്റെ റീസൺ ഈസ് ബിക്കോസ് ഓഫ് ദിസ്. അത് റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് നോർമലി UPSC എസ്പിറന്റ് എന്ന് പറഞ്ഞാൽ IAS ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്യുന്നത് സെർവിങ് ദി ലോക്കൽസ് അല്ലേ, ലോക്കൽസ് ആണ് സെർവ് ചെയ്യുന്നത്. സോ ദേ ഷുഡ് ബി വെരി വോക്കൽ ഫോർ ലോക്കൽ അല്ലേ. സോ ദേ ഷുഡ് സ്പീക്ക് ഫോർ ദ ലോക്കൽ ആൻഡ് ദേ ഷുഡ് സ്പീക്ക് ഇൻ ദി ലോക്കൽ ലാംഗ്വേജ്. സോ ആ രീതിയിലായിരിക്കും ദേ വിൽ ബി എക്വിപ്ഡ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കുക. അതിനാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കാൻ മൂവീസ് കാണാം, സീരീസ് കാണാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇപ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പരീക്ഷയുടെ പ്രീവിയസ് ആയി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ലാംഗ്വേജ് അനലൈസ് ചെയ്തിട്ട് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാതി ജോലി കഴിയും. മനസ്സിലായില്ലേ? ബാക്കി നിങ്ങൾ പ്രാക്ടീസാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. പിന്നീട് യൂറോപ്പിലൊക്കെ പോകണം താല്പര്യമുള്ള ആൾ സ്പെഷ്യലായിട്ട് ഈ IELTSന് ട്രെയിനിങ്ങിനും കോച്ചിങ്ങിനും പോവാം. അതുപോലെ അവർ പറയുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് ഗെയിം ഓഫ് ത്രോൺസ്. എൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്, പുള്ളി പാസ്സായി. അപ്പോൾ അതവർ പറയുന്നത് ഈ ഗെയിം ഓഫ് ത്രോൺസ് കാണാം, ഫ്രണ്ട്സ് കാണാം, അങ്ങനത്തെ സീരീസാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് സീരീസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ താഴെ നമ്മൾ ഈ ഗ്രാമറും വരും, എല്ലാം വരും. ആ സീരീസായി കാണുന്നതാണ് ഏറ്റവും ബെറ്റർ. സീരീസ് ഓർ മൂവീസ് ഓർ ഇംഗ്ലീഷ് ബുക്സ് ഞാൻ ലീസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഒന്നാമതെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഒരു ഭയമാണ്, അല്ലെങ്കിൽ ഒരു വേണ്ട എന്തിനാ മലയാളം ഉണ്ട് എന്നൊരു ഭയമാണ് ഉള്ളത്. അപ്പം അവിടെ ഞാൻ ഇംഗ്ലീഷ് ബുക്സ് കൊണ്ടിട്ട് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പേടിയാണ്. നിങ്ങൾ വീണ്ടും ഞാൻ കഴിഞ്ഞോട് പറഞ്ഞു റാങ്ക് ഫയൽ ഇങ്ങനെ കെട്ടി വെച്ചെടുക്കുന്നവർക്ക് ഇംഗ്ലീഷ് ബുക്സും ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടി നിങ്ങൾ വായിക്കത്ത് പോലുമില്ല. സോ ഇവൻ ഇഫ് ഇറ്റ് സീരീസ് ഓർ comedy series or comic-cons or anything of such kind, you can actually do that. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതും പറ്റുന്നില്ലെങ്കിൽ ഹിന്ദു ന്യൂസ് കാണാം. ദി ഹിന്ദുവിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതും സ്റ്റാൻഡേർഡ് ഹൈ ക്വാളിറ്റി വീഡിയോസ് ആണ്. യു ക്യാൻ സീ ഇറ്റ്, യു ക്യാൻ ഫീൽ ഇറ്റ് ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് അതും പറ്റുന്നില്ലെങ്കിൽ what you can do is Emma Watson അല്ലെങ്കിൽ വലിയ ബോളിവുഡ് സെലിബ്രിറ്റീസ് ഉണ്ട്. ഓക്കെ, ഹോളിവുഡ് സെലിബ്രിറ്റീസിനെ കാണാനേ പോകരുത്, മലയാള സെലിബ്രിറ്റീസിനെ കാണരുത്. ജസ്റ്റ് സീ ദ ഇൻ്റർവ്യൂസ്, ഇംഗ്ലീഷിലുള്ള ഇൻ്റർവ്യൂസ് കാണാം ഫോർ നമ്മുടെ ഹോളിവുഡ് സെലിബ്രിറ്റീസ്. ലൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വീഡിയോസ് കാണാം. പുള്ളിക്കാരുടെ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് സാക്രേറ്റ് കറക്റ്റ് ഇംഗ്ലീഷ്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതും ഇംഗ്ലീഷ് അല്ല, അവർ പറയുന്നതാണ് ഇംഗ്ലീഷ്. ജവഹർലാൽ നെഹ്റു, നമ്മുടെ ശശി തരൂർ ഇംഗ്ലീഷ് അതൊന്നും മനസ്സിലാവില്ല, ബട്ട് സ്റ്റിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് സംതിങ് ഫ്രം ദെയർ ആൻഡ്. പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. അവരുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും. എമ വാട്സൻ്റെ ഇൻ്റർവ്യൂ ആണ് അടിപൊളി. പുള്ളിക്കാരുടെ ഒരു ഫെമിനിസത്തിൻ്റെ സ്പീച്ചുണ്ട്, അടിപൊളിയാണ്. ഫെമിനിസം എന്താണെന്നും വാട്ട് യു ഹാവ് ടു ഡു എന്നും ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നും ഒക്കെ അതിൽ പറയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോസും കാണാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊനൗൺസിയേഷൻ, ടോൺ, ദ വേർഡ്സ് യൂസ്ഡ്,
ഹൗ ഇറ്റ്സ് യൂസ്ഡ്. ചില വേർഡ്സ് ചില പ്ലേസിലേ വരുള്ളൂ, ചില പ്ലേസിൽ നമുക്ക് ആ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നിങ്ങൾ ടൈം ഓവർ ആകുമ്പോൾ പഠിക്കും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി വെരി ഹാപ്പി. അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു ഹോബി പോലെ പഠിക്കാം. ലെറ്റ് ഇറ്റ് ബി എ ഹോബി ഫോർ ദിസ് ലോക്ക്ഡൗണിലേക്ക്. ഇത്രയുള്ള ലോക്ക്ഡൗൺ ഡേയ്സിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് സീരീസ് കാണാനും ഒക്കെ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആവട്ടെ. ഓക്കെ, കാരണം ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ് വിച്ച് യു ക്യാൻ യൂസ് എനിവെയർ. ഓക്കെ, അപ്പം നമ്മൾ അത് നമുക്ക് ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇപ്പം കേരളത്തിലുള്ള മലയാളികളെ നമുക്ക് പേടിപ്പിക്കാൻ സാധിക്കും. മലയാളികൾ അങ്ങനെ പേടിക്കത്തില്ല. മലയാളികൾ പേടിക്കുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നും മാത്രമാണ് ഇംഗ്ലീഷ്. ഓക്കെ, ബിക്കോസ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഷടപട ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെങ്കിൽ ഓ മൈ ഗോഡ് സ്റ്റോപ്പ് വാട്ട് ആർ യു സേയിങ് എന്ന് വെച്ചു അവരെന്നെ വിചാരിക്കും. ഓക്കെ, നമുക്ക് പറയാനുള്ളത് പറയാം, സ്പീഡിൽ പറയാം, ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ they will fear us a little bit more than they actually fear other people. Okay, so hope you like this session. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. ആൻഡ് ഹാവ് എ ഹാപ്പി ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അതായത് ഇതെന്താ UPSC പഠിക്കുന്ന ആൾക്കാർ വൊക്കാബുലറി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, വളരെ ഇമ്പോർട്ടൻറ്റ്. SSC നോക്കുന്ന ആൾക്കാർ വൊക്കാബുലറി ഉറപ്പായിട്ട് നോക്കണം. SSC പഠിക്കുന്ന ആൾക്കാർ. ആൻഡ് യു ഹാവ് ഓരോ പരീക്ഷയ്ക്കും അതിൻ്റെതായ ഒരു സ്ട്രക്ചറുണ്ട്. ഫൈൻഡ് ദാറ്റ് സ്ട്രക്ചർ. നിങ്ങളുടെ അപ്രോച്ച് ആ സ്ട്രക്ചർ അനുസരിച്ച് മാറ്റാം. And you will succeed. Okay, so thank you all for being part of this small YouTube channel. Okay, so thank you so much. And any doubts or clarifications, just comment. And thank you. Bye bye.